കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ കട്ടയ്ക്കോട് വാർഡിൽ ചാത്തിയോട് ജനവാസ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന 14 പന്നി ഫാമുകൾക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് കട്ടയ്ക്കോട് റെസിഡൻസി അസോസിയേഷൻ കാട്ടാക്കട പഞ്ചായത്ത് സെക്രട്ടറി ഉപരോധിച്ചു. സമീപ പഞ്ചായത്തായ പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കട്ടയ്ക്കോടിന് സമീപം 20ഓളം പന്നി ഫാമുകൾക്കെതിരെ പൂവച്ചൽ പഞ്ചായത്ത് നടപടിയെടുത്തു. ഇവരുടെ വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. എന്നാൽ ഇതിനോട് ചേർന്നുള്ള പന്നി ഫാമുകൾക്കെതിരെ കാട്ടാക്കട പഞ്ചായത്ത് നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സെക്രട്ടറി ഉപരോധിച്ചത്. അനയങ്കോട് വാർഡ് 1-ാം വാർഡ്, കട്ടയ്ക്കോട് വാർഡ് 2-ാം വാർഡ്, ഈ 2 വാർഡിലുമാണ് നിരന്തരമായി ഈ കുറേ കാലങ്ങളായി ലൈസൻസ് ഒന്നുമില്ലാതെ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എത്രയോ കാലമായി ഇന്ത്യ റെസിഡൻസ് അസോസിയേഷൻ്റെ പേരിൽ ഞങ്ങൾക്ക് നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പരാതികളെല്ലാം കൊടുക്കുന്നത്. ഇത്രയും കാലമായിട്ട് ഞങ്ങൾക്ക് പരിഹാരം കാണാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഈ സെക്രട്ടറി വന്ന് കണ്ടത്. സെക്രട്ടറിക്ക് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് ഇത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിച്ചതെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞു പോകുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. ഇതിനൊരു പരിഹാരമോ ഉറപ്പോ ഇല്ലാതെ ഞങ്ങൾ ഈ പോകില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിപ്പോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ മാലിന്യങ്ങൾ ഇവർ കുറേ തിരുവനന്തപുരത്ത് സിറ്റിയിൽ നിന്ന് കൊണ്ടുവരുന്ന മാലിന്യങ്ങളെല്ലാം ഇവരിവിടെ കൊണ്ടുവന്ന് ഫുഡെല്ലാം അടിച്ചിട്ട് ബാക്കി വേസ്റ്റുകളെല്ലാം ഇവിടെ കത്തിക്കും. നാട്ടുകാർക്ക് രാത്രിയാവുമ്പോൾ എല്ലാ ഫാമിലും 11 ഫാമുണ്ട്. 2 വാർഡിലായി 11 ഫാമുണ്ട്, പുതിയതായി 2 പറയും. ഇതിൻ്റെ എല്ലാം വേസ്റ്റ് കത്തിച്ച് ഈ നാട്ടുകാർക്ക് ഉറങ്ങാൻ പോലും നിവർത്തിയില്ലാത്ത ദുർഗന്ധം വഹിച്ചുകൊണ്ടിരിക്കുന്ന കാലം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പരാതി വന്നത്. ഈ വേസ്റ്റുകളെല്ലാം മഴക്കാലത്ത് ഈ വേസ്റ്റുകളെല്ലാം ഒലിച്ച് മുഴവുംകോട് അന്തൂർക്കോണം പോകുന്ന തോടാണ്. ആ തോട്ടിലാണ് ഇതെല്ലാ വേസ്റ്റുകളും ഈ വരുന്ന 11 പന്നി ഫാമിൻ്റെയും വേസ്റ്റുകൾ വരുന്നത് അവിടെയാണ്. അത് തന്നെ നേരത്തെ തന്നെ ജനസമിതിയുടെ ഭാഗമായി MLAയും കളക്ടറും എല്ലാം തന്നെ ആ തോട് വന്ന് പരിശോധിക്കും. അതിൻ്റെ വേണ്ടിയിട്ട് ശുദ്ധജലം ജനങ്ങൾക്ക് എത്തിക്കണമെന്നുള്ള ആശയത്തോടുകൂടിയാണ് അവരെല്ലാം ഈ കടുവാക്കുഴി മുതൽ അന്തേർക്കോണം അതിനകം കല്ലുവരമ്പ്, കടുവാക്കുഴി മുതൽ കല്ലുവരമ്പ് വരെയുള്ള തോടിലൂടെ കളക്ടറും MLAയും IB സതീഷ് MLA അടക്കം നടന്ന് ഈ ശുദ്ധജലം ജനങ്ങൾക്ക് കൊടുക്കുന്നതിലേക്ക് വേണ്ടി ജനസമിതിയുടെ ഭാഗമായി എല്ലാം ചെയ്യുന്നതാണ്. ആ തോട്ടിലാണ് ഈ മാലിന്യങ്ങളെല്ലാം ഒഴുക്കി വിടുന്നത്. ആളുകൾക്ക് തുണി നനയ്ക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പരാതി തന്നത്. പരാതി ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ സെക്രട്ടറി ഞങ്ങൾക്ക് ഉറപ്പ് തന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ സന്തുഷ്ടരാണ്. ഇതിൻ്റെ എത്രയും പെട്ടെന്ന് അതിൻ്റെ നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട് ഇത് കൂട്ടുമെന്ന് അദ്ദേഹം ഉറപ്പ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ 2022 ഈ പഞ്ചായത്തിൽ 350 പേര് ഒപ്പിട്ട ഒരു പരാതി പന്നി ഫാമുകൾ അടച്ചു പൂട്ടിക്കണമെന്ന് പറഞ്ഞു. അത് 2022 2024 നടപടിയിൽ അങ്ങനെയാണ് ഞങ്ങൾ റെസിഡൻസ് അസോസിയേഷൻ്റെ കട്ടയ്ക്കോട് റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഇപ്പം സെക്രട്ടറിയെ കാണാനും ഒരു പെറ്റീഷൻ കൊടുക്കാനുമാണ് വന്നത്. ഇതിനൂടെ ഉടനെ ഒരു പരിഹാരം ഉണ്ടാകണമെന്ന്. കാരണം അവിടെയുള്ള ജനങ്ങൾക്ക് ഈ അതിഭീകരമായ ദുർഗന്ധമാണ് പന്നി ഫാമിൽ നിന്ന് വരുന്ന അതിഭീകരമായ ദുർഗന്ധവും രാത്രികാലങ്ങളിൽ പ്ലാസ്റ്റിക് കത്തിച്ചുള്ള അതും ഭയങ്കരമാണ്. ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ട് ഈ 2022 പരാതി വന്ന് ഓരോ നോട്ടീസ് കൊടുക്കുമെന്നല്ലാതെ ഇത് അടച്ചു പൂട്ടാനുള്ള ശാശ്വതമായിട്ടുള്ള ഒരു നടപടി ഇതുവരെയൊക്കെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രതിഷേധം എന്നുള്ള കണക്കിനാണ് ഞങ്ങൾ ഈ സെക്രട്ടറിയെ കാണാൻ വന്നത്. അത് സെക്രട്ടറി ഇപ്പോൾ ഉറപ്പ് വന്നിട്ടുണ്ട്. ഉടൻ തന്നെ അതിനുള്ള നടപടി എടുക്കും. പന്നി ഫാമുകൾ അടച്ചു പൂട്ടുമെന്നൊരു ഉറപ്പ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്.